നിമിഷം മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് സുദർശന ചക്രം ഒന്ന് കറക്കി നോക്കാം. കുറച്ച് സമയം ഏകാന്തതയിൽ മനസ്സിനെ ബാഹ്യമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവലിച്ച് വളരെ അലേർട്ടായി ശാന്തമായിരിക്കും. കുറച്ചു സമയം സ്വയത്തെ ആത്മഭാവത്തിലിരുത്തി ആത്മാവിൻ്റെ ഓരോ ഗുണങ്ങളെയും അനുഭവം ചെയ്യൂ. ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മാവിലെ സദ്ഗുണങ്ങളുടെ സ്വരൂപത്തെ ആന്തരിക നേത്രം ഉപയോഗിച്ചുകൊണ്ട് കാണൂ. പതുക്കെ പതുക്കെ സ്വയം ശരീരത്തിൽ നിന്നും വേറിടുന്നതായി അനുഭവം ചെയ്യൂ. ഞാൻ ആത്മാ ഈ സൃഷ്ടി നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ശ്രേഷ്ഠനായ പാർട്ടുധാരിയാണ്. ആത്മാവായ ഞാനിപ്പോൾ എൻ്റെ അനാദിയായ സമ്പൂർണ്ണ സ്വരൂപത്തിൽ ഇരിക്കുകയാണ്. സമ്പൂർണതയുടെ സംസ്കാരത്തെ ഞാനിപ്പോൾ എന്നിൽ ഉണർത്തുകയാണ്. ഒരു സെക്കൻഡിൽ ഞാൻ എൻ്റെ സതോപ്രധാന സ്ഥിതി അനുഭവിച്ചുകൊണ്ട് പരംധാമത്തിൽ എൻ്റെ പരമപിതാവായ പരമാത്മാവിൻ്റെ സമീപത്തിൽ നിൽക്കുന്നു. തുടർന്ന് പരംധാമത്തിൽ നിന്നും താഴേക്ക് ഈ സൃഷ്ടിയാകുന്ന നാടക സ്റ്റേജിൽ സത്യയുഗത്തിലേക്ക് എൻ്റെ സമ്പൂർണ്ണ പവിത്ര സ്വരൂപത്തിൽ അവതരിക്കുകയാണ്. സൃഷ്ടിയുടെ ആദികാലം ഈ സ്വർഗീയമായ നാളുകളിൽ ഞാൻ വളരെ ശോഭയോടുകൂടി തിളങ്ങുന്ന ദിവ്യനക്ഷത്രമാണ്. ആ ദിവ്യനക്ഷത്രമായ ഞാൻ സമ്പൂർണമായ ദേവതാ സ്വരൂപത്തെ ധാരണ ചെയ്യുന്നു. ആന്തരികമായ നേത്രങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ സമ്പൂർണമായ പവിത്രമായ
ദിവ്യ സ്വരൂപത്തെ കാണുകയാണ്. എൻ്റെ മുഖത്ത് എത്രമാത്രം ദിവ്യതയുടെ തിളക്കം ഞാൻ കാണുന്നു. മസ്തകത്തിൽ ഒരു പ്രകാശ കിരീടവും രത്നജഡിതമായ സ്വർണ്ണ കിരീടവും കാണുന്നു. ഞാൻ ഇരട്ട കിരീടധാരിയാണ്. ദിവ്യതാ സമ്പന്നനായ ഞാൻ ഈ പാവനമായ വൈകുണ്ഠത്തിൽ എല്ലാ ദേവാത്മാക്കളോടൊത്ത് ജീവിതം നയിക്കുന്നു. സർവഗുണ സമ്പന്നൻ, 16 കലാ സമ്പൂർണൻ, സമ്പൂർണ്ണ നിർവികാരി, മര്യാദ പുരുഷോത്തമൻ, അഹിംസോ പരമോ ധർമ്മ, ഇതെല്ലാം തന്നെ ആദിദേവതയായ എൻ്റെ മഹിമകളാണ്. എന്നിലെ ഓരോ മഹത്വത്തെയും ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. അവിടെ ശ്രീലക്ഷ്മിയുടെയും ശ്രീനാരായണന്റെയും രാജ്യമാണ്. ഈ വൈകുണ്ഠത്തിലുള്ള എൻ്റെ രംഗങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഇവിടെ ഏകധർമ്മം, ഏകരാജ്യം, ഏകഭാഷ, സുഖവും ശാന്തിയും സമൃദ്ധിയും സമ്പന്നതയും നിറഞ്ഞിരിക്കുന്ന ലോകം. ആട്ടിൻകുട്ടിയും സിംഹവും ഒരേ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നു. അതായത് ഈ ലോകത്തിൽ ഒരു ജീവികൾക്കിടയിൽ പോലും വൈരഭാവമില്ല. എല്ലാവരും സഹോദരഭാവത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ലോകം. നാലുപാടും മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യം, അന്തരീക്ഷത്തിലാകമാനം പുഷ്പങ്ങളുടെ നറുമണം പരന്നിരിക്കുന്നു. രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സ്വർണ്ണ കൊട്ടാരങ്ങൾ. ഈ സ്വർഗത്തിന്റെ ദൃശ്യം എത്ര സുന്ദരമാണ്. ഈ ലോകത്തിൽ ഞാൻ പരമപവിത്രമായ സ്വരൂപത്തിലാണ്. കാലം കടന്നു പോവുകയാണ്. ആയിരത്തി 250 വർഷം ഞാൻ സത്യയുഗത്തിലെ സൂര്യവംശിയായി ജീവിച്ചു. തുടർന്നുള്ള 1250 വർഷം ഞാൻ ത്രേതായുഗത്തിൽ ചന്ദ്രവംശിയായി
ഈ രണ്ട് കാലഘട്ടങ്ങളിലെയും ജീവിത അവസാനത്തിന് ശേഷം അനേക ജന്മങ്ങളെടുത്ത് ആത്മാവായ ഞാനിപ്പോൾ ദ്വാപരയുഗത്തിലേക്ക് എൻ്റെ പാർട്ട് അഭിനയിക്കുവാൻ തുടങ്ങുകയാണ്. ആദ്യകാലത്ത് പൂജ്യദേവതയായിരുന്ന ഞാൻ ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ പൂജാരിയായി മാറി. ഇത് ആത്മാവായ എൻ്റെ രജോപ്രധാന അവസ്ഥയുടെ കാലഘട്ടമാണ്. ക്ഷേത്രങ്ങളിൽ ഞാൻ വളരെ കൂടുതലായി ഭക്തി ആരംഭിച്ചു. പൂജ, ഗ്രന്ഥപാരായണം, ദാനപുണ്യങ്ങൾ, ഇതിലെല്ലാം സമയം ചെലവഴിച്ച് ദ്വാപരയുഗത്തിലും അനേക ജന്മങ്ങളെടുത്ത് ഞാനിപ്പോൾ കലിയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും ആത്മാവായ എന്നിലെ എല്ലാ കലകളും ക്ഷയിച്ച് തമോ പ്രധാന അവസ്ഥയിൽ എത്തിച്ചേർന്നു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ അനേക പാപകർമ്മങ്ങൾ ചെയ്തു. ദുഃഖം, അശാന്തി, പരവശത, ഇതെല്ലാം ഞാൻ ഈ യുഗത്തിൽ അനുഭവിക്കുകയാണ്. അതിനുള്ള ശാശ്വതമായ പരിഹാരം തേടി, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിനം ഞാൻ ഈശ്വരനെ ദർശിച്ചു. ഈശ്വരനെ മനസ്സിലാക്കുവാനുള്ള അസുലഭമായ ഒരു മുഹൂർത്തം എനിക്ക് കിട്ടി. അതായത് ഞാൻ കലിയുഗത്തിലെ ജീവിതത്തിന് ശേഷം സംഗമയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ അമൂല്യമായ ജന്മമാണ് എനിക്ക് ഈ സംഗമയുഗത്തിൽ ലഭിച്ചിരിക്കുന്നത്. അനേക ജന്മങ്ങളായി ഞാൻ ചെയ്ത നിസ്വാർത്ഥമായ ഭക്തിയുടെ ഫലം പരമാത്മാ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ എനിക്ക് ലഭിച്ചു. ഞാനിപ്പോൾ പരമാത്മാ സമ്പത്തിൻ്റെ അധികാരിയായ ആത്മാവായി തീർന്നിരിക്കുന്നു. ആത്മാവായ ഞാൻ എത്ര ശ്രേഷ്ഠനായ ഭാഗ്യശാലിയാണ്. സ്വയം ഭഗവാൻ കോടാനുകോടി ആത്മാക്കളിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ കുട്ടിയാക്കി തൻ്റെ മഹത്തായ കർത്തവ്യത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ച് തൻ്റെ സഹയോഗിയാക്കി തീർത്തിരിക്കുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ഭഗവാന്റെ കൈപിടിച്ച് സർവ ആത്മാക്കൾക്കും സ്നേഹം, ദയ, കൃപ ഇതെല്ലാം പ്രദാനം ചെയ്യുന്നതിന് ഞാനിപ്പോൾ
നിമിത്തമായിരിക്കുകയാണ്. എന്നിൽ നിന്നും വരുന്ന ആത്മീക ഗുണങ്ങളുടെ വൈബ്രേഷൻ നാലുപാടും പരത്തി പ്രകൃതിയെയും പ്രകൃതിയിലുള്ള സർവ ആത്മാക്കളെയും പവിത്രമാക്കുന്നു. അവർക്ക് ശക്തിയുടെ കിരണങ്ങൾ നൽകുന്നു. ഞാൻ ശ്രേഷ്ഠനായ ഈശ്വരീയ സേവാധാരിയാണ്. ഇപ്രകാരം ഒരു കൽപ്പത്തിലെ 5 യുഗങ്ങളിലൂടെയുള്ള ഓർമ്മയാകുന്ന ഒരു യാത്ര ചെയ്ത ശേഷം ഞാൻ എൻ്റെ സാകാര ശരീരത്തിലേക്ക് വർത്തമാനകാല സമയത്തിൻ്റെ സ്മൃതിയിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഓം ശാന്തി. വന്നു നീ എന്നെ തേടി വന്നു നിൻ സ്നേഹമേകുവാൻ പാലനകൾ നൽകുവാൻ ലാളനകൾ നൽകുവാൻ എൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു. നിൻ സ്നേഹമോർത്തിടുമ്പോൾ മിഴികൾ നിറയുമെന്നും ആ സ്നേഹമുള്ള നോട്ടം ഹൃദയം കവരുമെന്നും കാലിടറും നേരമെന്നെ കാലിടറും നേരമെന്നെ വീഴാതെ നോക്കിയും പാലനകൾ നൽകിയും ലാളനകൾ നൽകിയും നീ സ്നേഹമേകിടും. നീ എന്നെ തേടി വന്നു. കാലങ്ങളായി നമ്മൾ അകലെയായിരുന്നു. ഞാനിങ്ങു ദൂരെ ഭൂവിൽ പ്രിയനെ കാത്തിരുന്നു. സാഗരമാം നീ വരുമ്പോൾ സാഗരമാം നീ വരുമ്പോൾ നദിയായി ചേർന്നിടാം പാലനകൾ നേടുവാൻ ലാളനകൾ നേടുവാൻ നിൻ പ്രിയനായി മാറുവാൻ
നാളിൽ നീയറിഞ്ഞു കനിവാർന്ന മനമലിഞ്ഞു ആനന്ദ സിന്ധുവാം നീ അറിവായുലകിൽ വന്നു നീ തോഴനാക്കി എന്നെ നീ തോഴനാക്കി എന്നെ നിൻ സ്നേഹമേകുവാൻ പാലനകൾ നൽകുവാൻ ലാളനകൾ നൽകുവാൻ എൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു നീ എന്നെ തേടി വന്നു നിൻ സ്നേഹമേകുവാൻ